ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തി തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കൂരിരുൾ താതയതോ ക്രൂരമശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൽ നിഴൽ നിനക്കാൻ. കൂരിരുൾ പാതയതോ ക്രൂരമശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കാൻ. തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയിച്ചവളോ മരണമോ വന്നിടട്ടെ. തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയിച്ചവളോ മരണമോ വന്നിടട്ടെ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമോ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. പ്രിയരെ, നമുക്കിപ്പോൾ ഒരു സങ്കീർത്തനം വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 116 അതിൻ്റെ 1 മുതലുള്ള വാക്യം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 116 അതിൻ്റെ 1 മുതലുള്ള വാക്യം ദൈവകൃപയാൽ നമുക്ക് വായിച്ച് കേൾക്കാം. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണവാസങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു,
ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടത്തിൽ ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയെ കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിൻ്റെ ദാസനാകുന്നു, നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിൻ്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയെ കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. പ്രിയരെ, ഈ കേട്ട വചനത്താൽ നമ്മെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.